ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇലക്ട്രോണിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് 7ാമത്തെ ചാപ്റ്റർ നോക്കിയാലോ. ചാപ്റ്റർ 7 റെക്ടിഫയേഴ്സ്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ AC വോൾട്ടേജും DC വോൾട്ടേജും പഠിച്ചിരുന്നു. എന്തായിരുന്നു AC വോൾട്ടേജ്? അതായത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ടൈം വേരിയിങ് വോൾട്ടേജ്. അതായത് ഓരോ ഇൻസ്റ്റൻറ്റിലും ആ വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ടൈം മാറുന്നതനുസരിച്ച് ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻ ഉണ്ടാകുന്നു. അങ്ങനെയുള്ളതാണ് നമ്മുടെ AC വോൾട്ടേജ്. ഇറ്റ് കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് പീരിയോഡിക്കലി റിവേഴ്സസ് ഇൻ ഡിറക്ഷൻ. അതായത് ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് വേരി ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ അതിൻ്റെ ഡിറക്ഷനും മാറുന്നു. അതാണ് AC. അപ്പോൾ DCയോ ഡയറക്റ്റ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടൈം മാറിയാലും ആംപ്ലിറ്റ്യൂഡിന് യാതൊരു വേരിയേഷനും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് DCയെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ വീടുകളിലും ഇലക്ട്രിക്കൽ കണക്ഷനുണ്ട്. ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ലാത്ത വീടെന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ വരുന്ന വോൾട്ടേജ് AC ആണോ DC ആണോ? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളിൽ വരുന്ന വോൾട്ടേജ് AC ആണ്. ആ ACയുടെ വാല്യൂ എത്രയാണ്? 230 വോൾട്ട്. അതിൻ്റെ ഫ്രീക്വൻസി 50 ഹെർട്സ്. അപ്പോൾ ഇൻ ഇന്ത്യ the electric power supplied through AC is 230 volt at a frequency 50 hertz. എന്നാൽ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ് വർക്ക് ചെയ്യണമെങ്കിൽ DC വോൾട്ടേജ് വേണം. ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് DC വോൾട്ടേജ് ഈസ് റിക്വയർഡ്. അപ്പോൾ ഈ DC വോൾട്ടേജ് എവിടെ നിന്ന് കിട്ടും? നമുക്കറിയാം, DC വോൾട്ടേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ബാറ്ററീസ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ക്ലോക്കിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ബാറ്ററി ഇടുന്നു. കുറച്ച് കാലം നമ്മുടെ ക്ലോക്ക് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയുന്നു ക്ലോക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. എന്താ പ്രശ്നം? അതിൻ്റെ ബാറ്ററി തീർന്നു എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പോൾ പുതിയ ബാറ്ററി വാങ്ങിയിടാം. അതുതന്നെയാണ് ബാറ്ററീസ് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം ബാറ്ററീസ് ആർ എക്സ്പെൻസീവ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഷോർട്ടർ പീരീഡ്സ്. ബാറ്ററി എന്ന് പറയുന്നത് എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ അത് ചെറിയ ടൈമിലേക്ക്, ഒരു ഷോർട്ടർ പീരീഡിലേക്ക് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ DC കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ AC സപ്ലൈ വരുന്നുണ്ടല്ലോ. ഈ ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്താലോ? അതെ, നമ്മുടെ ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് സഹായിക്കുന്ന ഡിവൈസിന് പറയുന്ന പേരാണ് റെക്ടിഫയർ. അപ്പോൾ എന്താണ് റെക്ടിഫയർ? It is a device which converts alternating current or voltage into direct current or voltage. സിമ്പിളായിട്ട് പറഞ്ഞാൽ ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസസ് ആണ് ഏതെന്ന് പറയുന്നത്? റെക്ടിഫയേഴ്സ്. അപ്പോൾ ഈ പ്രോസസ്സിന്, അതായത് ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്, ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് DC വോൾട്ടേജ് കിട്ടണം. ടു ഒബ്റ്റെയിൻ ദ DC വോൾട്ടേജ്, ഫസ്റ്റ് വൺ യൂസ് ബാറ്ററീസ്. രണ്ടാമത്തെ കേസ് നമ്മൾ കണ്ടെത്തി റെക്ടിഫയേഴ്സ്. റെക്ടിഫയേഴ്സ് എന്താണ്? നമ്മുടെ വീടുകളിൽ വരുന്ന AC സപ്ലൈയെ നമ്മൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് DC വോൾട്ടേജ് കിട്ടുന്നു. അപ്പോൾ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ പറഞ്ഞു DC കിട്ടുന്നു, അല്ലെങ്കിൽ റെക്ടിഫയർ ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കുറച്ച് മുൻപേ ഞാൻ DC വോൾട്ടേജിനെ കുറിച്ച് പറഞ്ഞു. DC വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ആ DC വോൾട്ടേജ് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് അല്ല. പിന്നെയോ, ഇറ്റ് ഈസ് എ പൾസേറ്റിംഗ് DC. അതൊരു പൾസേറ്റിംഗ് DC ആണ്. എന്താണ് ഈ പൾസേറ്റിംഗ് DC എന്ന് വെച്ചാൽ? നമ്മുടെ റെക്ടിഫയർ ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ DCക്കകത്ത് DC കൂടാതെ കുറച്ച് AC കമ്പോണൻസ് ഉണ്ടായിരിക്കും. ആ കുറച്ച് AC കമ്പോണൻസ് എന്ന് പറയുമ്പോൾ നമുക്കത് ആവശ്യമില്ലാത്തതാണ്. അൺവാണ്ടഡ് AC കമ്പോണൻസ് ആണ് അവിടെ വരുന്നത്. ദിസ് അൺവാണ്ടഡ് AC കമ്പോണൻസ് ആർ നോൺ ആസ് റിപ്പിൾസ്. അപ്പോൾ റെക്ടിഫയർ ഉപയോഗിച്ച്
എ സിയെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കമ്പോണൻ്റ് ഏതാണ്? ഡയോഡ്. ദ ഇലക്ട്രോണിക് കമ്പോണൻ്റ് യൂസ്ഡ് ടു കൺവേർട്ട് എ സി ഇൻറ്റു ഡി സി ഈസ് ഡയോഡ്. ഡയോഡ് നിങ്ങൾ 3rd ചാപ്റ്ററിൽ വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞു. ഡയോഡിൻ്റെ ബയാസിങ് നമ്മൾ പഠിച്ചല്ലോ. എന്താണ് ഈ ബയാസിങ്? ഡയോഡിന് അക്രോസ് ആയിട്ട് ഇലക്ട്രിക് സപ്ലൈ കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ബയാസിങ് എന്ന് പറഞ്ഞത്. ബയാസിങ് എത്ര ടൈപ്സ് ഉണ്ടായിരുന്നു? 2 ടൈപ്സ്. ഏതൊക്കെയാ? ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. ഈ ഫോർവേഡ് ബയാസിങ്ങിൽ നമ്മുടെ ഡയോഡിന് എന്ത് സംഭവിച്ചു? ഫോർവേഡ് ബയാസിങ്ങിൽ ഡയോഡിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ വിഡ്ത്ത് കുറഞ്ഞു, റെസിസ്റ്റൻസ് കുറഞ്ഞു. സോ അതുവഴി ഒരു ഹൈ കറണ്ട് ഫ്ലോ ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയാസിൽ കണ്ടക്റ്റ് ചെയ്തു. അപ്പോൾ റിവേഴ്സ് ബയാസിങ്ങിലോ പൊട്ടൻഷ്യൽ ബാരിയർ വിഡ്ത്ത് കൂടി, റെസിസ്റ്റൻസും കൂടി, കറണ്ട് ഫ്ലോ ചെയ്തോ? ഇല്ല. അപ്പോൾ ഡയോഡ് റിവേഴ്സ് ബയാസിൽ ഡസ് നോട്ട് കണ്ടക്റ്റ് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയാസിൽ കണ്ടക്റ്റ് ചെയ്യുകയും റിവേഴ്സ് ബയാസിൽ കണ്ടക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം നമ്മുടെ ഡയോഡ് കണ്ടക്ട്സ് ഓൺലി ഇൻ വൺ ഡിറക്ഷൻ. ഒരു ഡിറക്ഷനിൽ മാത്രം കണ്ടക്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത് യൂണി ഡിറക്ഷണലാണ്. എന്തുകൊണ്ടാണ് യൂണി ഡിറക്ഷണൽ എന്ന് പറയാൻ കാരണം? ഫോർവേഡ് ബയാസിങ്ങിൽ കണ്ടക്റ്റ് ചെയ്യുകയും റിവേഴ്സ് ബയാസിങ്ങിൽ കണ്ടക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ഡയോഡ് യൂണി ഡിറക്ഷണൽ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഈ യൂണി ഡിറക്ഷണൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഡയോഡ് റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിൽ എ സി ആണ് കൊടുക്കുന്നത്. ശരിയല്ലേ? എ സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അതൊരു ഫുൾ സൈക്കിളായിട്ട് മാറുന്നത്. ഇത് നമ്മൾ 2nd ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ചേരുമ്പോൾ ഒരു ഫുൾ സൈക്കിൾ, അല്ലെങ്കിൽ നമുക്കതിനെ ഒരു ഫുൾ വേവ് എന്ന് പറയാം. അപ്പോൾ ഈ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ഫുൾ വേവിലും ഔട്ട്പുട്ട് കിട്ടുന്നോ? അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ? അതോ ഹാഫ് വേവിൽ മാത്രമാണോ ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് റെക്ടിഫയേഴ്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ദ റെക്ടിഫയേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2. ഏതൊക്കെയാ? ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഇതിൽ നമുക്ക് ആദ്യത്തേത് നോക്കിയാലോ? അപ്പോൾ ഫസ്റ്റ് ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ഇൻപുട്ടിൽ നമ്മളൊരു എ സി സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം ഔട്ട്പുട്ടിൽ കിട്ടുന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ സപ്രസ് ചെയ്യുന്നു. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമാണ് ഔട്ട്പുട്ടിൽ കിട്ടിയത്, നമ്മുടെ ഹാഫ് വേവ് ഫുൾ വേവിൻ്റെ പകുതി. അതുകൊണ്ടാണ് ഈ റെക്ടിഫയറിന് ഏത് പേര് വന്നത്? ഹാഫ് വേവ് റെക്ടിഫയർ എന്ന പേര് വരാൻ കാരണം. അപ്പോൾ when an AC is given to the input, only positive half cycle appears across the load, whereas the negative half cycle is suppressed. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ടിൽ കിട്ടുന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സപ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാനൊരു ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. നിങ്ങളതിലേക്കൊന്ന് നോക്കി. എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്? ഒരു ട്രാൻസ്ഫോമർ, ഡയോഡ്, അതുപോലെ തന്നെ ലോഡ് റെസിസ്റ്റർ. ട്രാൻസ്ഫോമർ നിങ്ങൾ സ്കൂൾ ക്ലാസ്സിലും 1st ചാപ്റ്ററിലും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ട്രാൻസ്ഫോമറിനൊരു പ്രൈമറി വൈൻഡിങ്ങും ഉണ്ട്, ഒരു സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. അതിൻ്റെ പ്രൈമറിയിൽ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ട്രാൻസ്ഫോമർ 2 ടൈപ്സ് ഉണ്ടെന്നും പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? സ്റ്റെപ്പ് അപ്പ് കൂട്ടുന്നു, അതായത് പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാൾ കൂടിയ വോൾട്ടേജ് സെക്കൻഡറിയിൽ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിനേക്കാൾ കൂടുതൽ ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് അപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തായിരിക്കും? സെക്കൻഡറിയിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ്
പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും. അല്ലെങ്കിൽ അവിടെ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവും ആയിരിക്കും. ഇവിടെ നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ട്രാൻസ്ഫോമറാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്തത്? ഇങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതിന് രണ്ട് പർപ്പസസ് ഉണ്ട്. എന്താണ് ഫസ്റ്റ് വൺ? പേരിൽ പറഞ്ഞ പോലെ തന്നെ ടു സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ്, വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വോൾട്ടേജ് കുറയ്ക്കേണ്ടത്? 230 വോൾട്ട് എടുത്ത് ഡയറക്റ്റായിട്ട് കൊടുത്താൽ പോരാ. ദ സ്റ്റെപ്പിംഗ് ഡൗൺ ഈസ് നീഡഡ്. എന്തിനു വേണ്ടിയിട്ട്? കാരണം നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസസും ICയും ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 വോൾട്ട് ടു 30 വോൾട്ട് വരെയാണ്. അപ്പോൾ ഈ റേഞ്ചിലുള്ള വോൾട്ടേജ് മാത്രം മതി. 5 വോൾട്ട് തൊട്ട് 30 വോൾട്ട്. നമ്മുടെ വീടുകളിൽ വരുന്ന 230 വോൾട്ട് എടുത്ത് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ കമ്പോണൻസ് ഡാമേജ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കറിയാം രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഐസൊലേറ്റ് ദ റെക്ടിഫയർ സർക്യൂട്ട് ഫ്രം പവർ മെയിൻസ് ഫോർ റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. എന്ത് ചെയ്യുന്നു? നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ടിനെ പവർ മെയിൻസിൽ നിന്നും, പവർ മെയിൻസ് മീൻസ് 230 വോൾട്ട് വരുന്നതിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ കമ്പോണൻറ്റിൽ പോയി ടച്ച് ചെയ്താലൊന്നും നമുക്ക് ഷോക്ക് അടിക്കില്ല. അങ്ങനെ റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ടിൽ ട്രാൻസ്ഫോമറിന് രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്. ഇത് പലപ്പോഴും പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ്. സെക്കൻഡ് എന്താണ്? ടു ഐസൊലേറ്റ് ദ റെക്ടിഫയർ സർക്യൂട്ട് ഫ്രം പവർ മെയിൻസ്. എന്തിനു വേണ്ടി? ഫോർ റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഇനി നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി ആ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നമ്മുടെ ഡയോഡും ലോഡ് റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. The secondary winding of the transformer is connected in series with the diode and load resistor RL. ഇപ്പോൾ സർക്യൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്കതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കാം. വർക്കിംഗ് എന്ന് പറയുമ്പോൾ റെക്ടിഫയർ നമുക്കറിയാം AC-യെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻപുട്ടിൽ നമ്മളൊരു AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. The primary winding of the transformer is connected to power mains. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ് എവിടെ കൊടുത്തിരിക്കുന്നു? പവർ മെയിൻസുമായിട്ട് AC വോൾട്ടേജ് നമ്മുടെ വീടുകളിൽ വരുന്ന 230 വോൾട്ടുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡറിയിൽ എന്ത് സംഭവിക്കും? ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് 230യേക്കാൾ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കുറവായിരിക്കും. കാരണം എന്താ? നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ 230 വോൾട്ടിനെ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിനനുസരിച്ച് 24 വോൾട്ടോ അല്ലെങ്കിൽ 12 വോൾട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്ത ഒരു വോൾട്ടേജ് ഇൻപുട്ടിൽ കിട്ടുന്നു. ഞാനിവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട്. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ്ങിനെ ക്രോസ് ആയിട്ടാണ് ഈ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജും AC വോൾട്ടേജ് തന്നെയാണ്. അതിൻ്റെ വോൾട്ടേജിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂവിനെ നമുക്ക് VM എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദ പീക്ക് വാല്യൂ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് VM. അപ്പോൾ നമ്മളിവിടെ കണ്ടെത്തിയത് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്തു. ആ വോൾട്ടേജ് AC ആണ്. AC എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ആദ്യം നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കിയാലോ. നിങ്ങൾക്കിതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ആ സർക്യൂട്ട് ഡയഗ്രത്തിൽ A എന്നും B എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ the end A becomes positive with respect to B.
പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഞാൻ എ എന്ന് മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, അത് പോസിറ്റീവും ബി നെഗറ്റീവുമായിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവുമോ റിവേഴ്സ് ബയാസ്ഡ് ആവുമോ നമുക്ക് നോക്കാം. ഡയോഡിൻ്റെ പി റീജിയനും പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുന്നു, അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ദ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഡയോഡ്, ലോഡ് റെസിസ്റ്റർ RL ആൻഡ് ദ സെക്കൻഡറി വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ. അപ്പോൾ നമ്മുടെ കറണ്ട് ഏത് വഴി ഫ്ലോ ചെയ്യുന്നു? ഡയോഡിൽ കൂടെ കടന്ന് ലോഡ് റെസിസ്റ്ററിൽ കൂടെ കയറി സെക്കൻഡറി വൈൻഡിങ്ങിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. നമുക്കറിയാം ലോഡ് റെസിസ്റ്ററിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്താൽ I എന്ന് പറയുന്ന കറണ്ട് R എന്ന് പറയുന്ന റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്താൽ അതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. Therefore, a voltage is developed across the load resistor RL. ലോഡ് റെസിസ്റ്റർ RL അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്തു. ഈ വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ, മാക്സിമം വാല്യൂ എത്രയായിരിക്കും? നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഡെവലപ്പ് ചെയ്ത അതേ വോൾട്ടേജ് തന്നെയായിരിക്കും. അതെന്താ കാരണം? അവിടെ നമ്മുടെ ഡയോഡ് ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ ഡയോഡിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നില്ലേ? എന്നിട്ട് നമ്മൾ പറയുന്നു ഔട്ട്പുട്ടിൽ ഡെവലപ്പ് ചെയ്ത വോൾട്ടേജ് ഈസ് അപ്രോക്സിമേറ്റ്ലി സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ഓർ ദ വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് ദ secondary winding of the transformer. The voltage drop across the diode is very small. ഡയോഡിന് അക്രോസ് ആയിട്ട് ആക്ച്വലി ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്, ബട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വെരി വെരി സ്മോൾ. സിലിക്കണിൻ്റെ കേസിൽ 0.7 വോൾട്ടും ജെർമേനിയത്തിൻ്റെ കേസിൽ 0.3 വോൾട്ടും ആയിരിക്കും. അപ്പോൾ വളരെ കുറച്ച് വോൾട്ടേജ് മാത്രമേ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിൽ നിന്ന് കുറയുന്നുള്ളൂ. അതിൻ്റെ ബാലൻസ് വോൾട്ടേജ് ആണ് എവിടെ എത്തുന്നത്? നമ്മുടെ ലോഡ് റെസിസ്റ്ററിൽ എത്തുന്നത്. ആ ബാലൻസ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി സെയിം ആസ് ദാറ്റ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജും ഈ ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. കാരണം ഡയോഡിൽ ഡ്രോപ്പായ വോൾട്ടേജിൻ്റെ വാല്യൂ വെരി ലോ ആയിരിക്കും. അപ്പോൾ നമുക്കിനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കിയാലോ. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നിങ്ങൾ തന്നെ പറഞ്ഞേ, എ എന്ന് പറയുന്ന എൻഡിന് എന്ത് സംഭവിക്കും? പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ? എ നെഗറ്റീവ് ആകുന്നു, ബിയോ പോസിറ്റീവ്. അപ്പോൾ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദ എൻഡ് എ ബിക്കംസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി. എ നെഗറ്റീവും ബി പോസിറ്റീവുമായി മാറി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡയോഡിന് എന്ത് സംഭവിക്കും? ഡയോഡിൻ്റെ പിയും നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ്. ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയാൽ അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഇല്ല. നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഡയോഡ്. ഡയോഡിൽ കൂടി ഒരു കറണ്ടും ഫ്ലോ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോഡ് റെസിസ്റ്ററിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഇല്ല. അപ്പോൾ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ നോ വോൾട്ടേജ് ഈസ് ഡെവലപ്ഡ് അക്രോസ് ദ ലോഡ് റെസിസ്റ്റർ RL. നമ്മുടെ ലോഡ് റെസിസ്റ്റർ RLന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഒന്നും ഡെവലപ്പ് ചെയ്തില്ല. ഇവിടെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്നാണ്. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ യഥാർത്ഥത്തിൽ ഒരു വോൾട്ടേജ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വോൾട്ടേജ് എവിടെ പോയി? ആ വോൾട്ടേജ് നമ്മുടെ ഡയോഡിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ഓൾ ദ ഇൻപുട്ട് വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് ദ ഡയോഡ്. നമ്മൾ ഇൻപുട്ടിൽ കൊടുത്ത വോൾട്ടേജ് എല്ലാം തന്നെ എവിടെ എത്തി? നമ്മുടെ ഡയോഡിന് അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ട്രാൻസ്ഫോമർ സെക്കൻഡറിക്ക് അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത വോൾട്ടേജിൻ്റെ മാക്സിമം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നോക്കിക്കഴിഞ്ഞു, നെഗറ്റീവ് ഹാഫ് സൈക്കിളും നോക്കിക്കഴിഞ്ഞു. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ എന്ത് കണ്ടു? ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ
the diode becomes forward biased and conducts current. അതുവഴി കറണ്ട് കണ്ടക്ട് ചെയ്യുന്നു. So, a voltage is developed across the load resistor RL. RL എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്തു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോ ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്, കറണ്ട് കണ്ടക്ട് ചെയ്തോ? ഇല്ല. അപ്പോൾ ഈ വോൾട്ടേജ് ഏതിന് അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു? നമ്മുടെ ഡയോഡിന് അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഹിയർ ദ ഡയോഡ് കണ്ടക്ട്സ് ഓൺലി ഇൻ വൺ ഡിറക്ഷൻ. ഡയോഡ് ഒരു ഡിറക്ഷനിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുകയും നമ്മുടെ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യാത്തത് കൊണ്ട് ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യില്ല. ഇവിടെ നമ്മുടെ വേവ് ഫോം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വേവ് ഫോമിലേക്കൊന്ന് നോക്കൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വോൾട്ടേജ് ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വോൾട്ടേജ് ഇല്ല. അപ്പോൾ ഈ ലോഡ് റെസിസ്റ്ററിൽ കൂടി കറണ്ട് യൂണി ഡിറക്ഷണലായിട്ട് ഫ്ലോ ചെയ്യുന്നു. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം ഔട്ട്പുട്ട് കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ഒരു DC വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഈ ഫിഗറിലേക്ക് നിങ്ങളൊന്ന് നോക്കി. DC വോൾട്ടേജിനെ കുറിച്ച് ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു. നമ്മൾ DC വോൾട്ടേജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടല്ലേ? ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണോ നിങ്ങൾ കാണുന്നത്? അല്ല. അതെന്താ കാരണം? ഞാൻ അതും പറഞ്ഞു തന്നിരുന്നു. റെക്റ്റിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പ്യുവർ DC. അതെന്ന് പറയുന്നത് പ്യുവർ DC അല്ല. പിന്നെയോ പൾസേറ്റിംഗ് DC. അപ്പോൾ റെക്റ്റിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് പൾസേറ്റിംഗ് DC ആണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ പൾസേറ്റിംഗ് DC കിട്ടിയപ്പോൾ അതിനകത്ത് DC ഉണ്ട്, AC കമ്പോണൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വേവ് ഫോം വന്നത്. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൽ അൺവാണ്ടഡ് AC കമ്പോണൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടാത്തത്, അല്ലെങ്കിൽ പ്യുവർ DC കിട്ടാത്തത്. അതിനകത്തുള്ള അൺവാണ്ടഡ് AC കമ്പോണൻസിന് നമ്മൾ പറയുന്ന പേരാണ് റിപ്പിൾസ്. അപ്പോൾ കുറച്ച് മുൻപേ ഞാൻ പറഞ്ഞു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിച്ചു എന്നാണ്? നമ്മുടെ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ്. During negative half cycle, the diode is reverse biased. കറണ്ട് ഫ്ലോ ചെയ്തോ? ഇല്ല. അപ്പോൾ നമ്മുടെ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്തോ? ഇല്ല. നോ വോൾട്ടേജ് ഈസ് ഡെവലപ്ഡ് അക്രോസ് ദ ലോഡ് റെസിസ്റ്റർ RL. അപ്പോൾ പിന്നെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എവിടെ പോയി? എവിടെയാണ് പോയിരുന്നത്? ഡയോഡിന് അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. ഓൾ ദ ഇൻപുട്ട് വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് ദ ഡയോഡ്. ഇത് ഇത്രയും ഞാൻ റിവേഴ്സ് ബയാസിൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ വോൾട്ടേജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ പീക്ക് വോൾട്ടേജ് എത്തിയെന്ന് വിചാരിക്കുക. പീക്ക് വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയാണ്? VM. വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസസ്, ദ വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൂടുന്നു. ഇൻപുട്ട് വോൾട്ടേജ് അതിൻ്റെ പീക്ക് വാല്യൂ എത്തുമ്പോൾ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും പീക്ക് വാല്യൂ ആകുന്നു, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ആകുന്നു. ദിസ് മാക്സിമം വോൾട്ടേജ് കമ്മിങ് അക്രോസ് ദ ഡയോഡ് ഈസ് നോൺ ആസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ ഡയോഡിന് അക്രോസ് ആയിട്ട് റിവേഴ്സ് ബയാസിൽ, അതായത് അത് കണ്ടക്റ്റ് ചെയ്യാത്ത സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജിന് നമ്മൾ പറയുന്ന പേരാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അതിനെ നമ്മൾ ഷോർട്ടായിട്ട് PIV എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്? ദ മാക്സിമം വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് ദ ഡയോഡ് വെൻ ദ ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് ഈസ് നോൺ ആസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ ആ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയായിരിക്കും? നമ്മൾ പീക്ക് വോൾട്ടേജിനെ VM എന്നല്ലേ റെപ്രസെൻറ്റ് ചെയ്തത്. സോ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിൻ്റെ വാല്യൂ VM ആയിരിക്കും. The peak inverse voltage of half wave rectifier circuit is VM. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആ ഫിഗറിൽ ഇൻപുട്ടിൽ AC വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് ഞാനിവിടെ കാണിച്ചിട്ടില്ല.
ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ പഠിച്ചല്ലോ, വർക്കിംഗ് മനസ്സിലായല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഈ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടിൽ AC കൊടുത്താൽ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെ ആയിരിക്കും, എല്ലാവരും അത് നോക്കിയിട്ട് വരിക. ആൻസർ നമുക്കതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പഠിച്ച പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോണിക് കമ്പോണൻറ്റ് യൂസ്ഡ് ഫോർ റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കമ്പോണൻറ്റ് ഏതാണ് ആൻസർ? ഡയോഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇങ്ങനെ ഡയോഡ് റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കാനുള്ള റീസൺ എന്താണ്? ഡയോഡ് ഈസ് യൂണിഡിറക്ഷണൽ. ഡയോഡിൻ്റെ യൂണിഡിറക്ഷണൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്, അതായത് ഫോർവേഡ് ബയാസിങ്ങിൽ കണ്ടക്ട് ചെയ്യുകയും റിവേഴ്സ് ബയാസിങ്ങിൽ കണ്ടക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഡയോഡിനെ നമ്മൾ റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC ഇൻറ്റു DC. സിമ്പിൾ ആൻസർ എന്താ? റെക്ടിഫയർ. അടുത്തത്, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. ഇതെപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ, പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമും ഇതെല്ലാം വരയ്ക്കാൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ വേർഡായിട്ട് ചോദിക്കുന്നതാണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ എന്താണ്? VM. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? റെക്ടിഫയർ എന്താണ്, റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കമ്പോണൻ്റ് എന്താണ്, അതുപോലെ തന്നെ റെക്ടിഫയേഴ്സ് 2 ടൈപ്സ്, ഹാഫ് വേവും ഫുൾ വേവും. അതിൽ ഹാഫ് വേവ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് പഠിച്ചു കഴിഞ്ഞു. ഒപ്പം ഞാനൊരു അസൈൻമെൻറ്റും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ അസൈൻമെൻറ്റിൻ്റെ ആൻസർ എല്ലാവരും കണ്ടുപിടിച്ച് വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്ന് നോക്കാം. ഓക്കെ.